സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിനൂസ് ഓൺലൈൻ ലേണിംഗ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് 6 ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 സ്റ്റിൽ വി റൈസിലത്തെ ഫസ്റ്റ് ലെസണായ സിൻഡ്രല്ലയുടെ പാർട്ട് 4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആ ലെസണിലത്തെ ലാസ്റ്റത്തെ ടോപ്പിക്കായ ദി സെർച്ചാണ് എടുക്കുന്നത്. അതും കൂടി തന്നെ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. അതിനുശേഷം നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ലെറ്റ്സ് റീവിസിറ്റ്, ആക്ടിവിറ്റീസൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസറിലത്തെ 7 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇന്ന് ഡിസ്കസ് ചെയ്യും. ബാക്കി 7ഉം ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറിയിലത്തെ ഭാഗങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. അതായത് പാർട്ട് 5-ലായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കൂടെ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നോട്ട്സൊക്കെ എഴുതിയെടുക്കുക. എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. പ്ലേലിസ്റ്റിൽ നിങ്ങളുടെ ക്ലാസ് അനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോകൾ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. സിൻഡ്രല്ല പാർട്ട് 4 Q&A ആൻഡ് ദി സെർച്ച്. ദി പ്രിൻസ് ബിക്കെയിം വെരി സാഡ് വെൻ സിൻഡ്രല്ല ലെഫ്റ്റ് ഹിം. സിൻഡ്രല്ല പെട്ടെന്ന് 12 മണിയായപ്പോൾ പ്രിൻസിനെ വിട്ടുപോയി. അപ്പോൾ പ്രിൻസിന് വളരെ വിഷമം തോന്നി. His servants brought him the glass shoe that Cinderella had left in the room. സിൻഡ്രല്ല പെട്ടെന്ന് ഓടുന്ന സമയത്ത് അവളുടെ കാലിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് ഷൂ ആ റൂമിൽ പോയി. അവൾക്കത് എടുക്കാൻ പറ്റിയില്ല, കാരണം പ്രിൻസ് അവളുടെ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അറിയാണ്ടിരിക്കാൻ വേണ്ടി അവൾ വേഗം ഓടിപ്പോയി. He wanted to find out the beautiful girl who had danced with him. അവൻ്റെ ഒപ്പം നൃത്തം ചെയ്ത പെൺകുട്ടി ആരെന്ന് കണ്ടുപിടിക്കാൻ അവനൊരു താല്പര്യം ഉണ്ടായിരുന്നു, അവളെ കല്യാണം കഴിക്കാനായിട്ട്. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞ ആളെ കല്യാണം കഴിക്കേണ്ടി വരും. നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കഥ മനസ്സിലാവും. The next day he sent messengers to announce that the prince would visit every home to find out the lady. പ്രിൻസ് ഒരു മെസ്സഞ്ചറിന് വിട്ടിട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ പറഞ്ഞു. എൻ്റെ ഒപ്പം നൃത്തം ചെയ്ത പെൺകുട്ടീനെ കണ്ടെത്താനായിട്ട് എല്ലാ വീടുകളിലും രാജകുമാരൻ വരുന്നതായിരിക്കും. ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡീസ്. എല്ലാ ലേഡീസിനും വളരെ സന്തോഷമായിരുന്നു. എന്നെ അങ്ങനെ ഒരു അഗ്നിയായിട്ട് തിരഞ്ഞെടുത്താലോ, കാരണം ആ പ്രിൻസ് എൻ്റെ കയ്യിൽ സിൻഡ്രല്ല ധരിച്ചിരുന്ന ഒരു ഷൂ ഉണ്ട്, അത് ഓരോ പെൺകുട്ടികളുടെയും കാലിൽ അണിയിക്കും. അത് ആർക്കാണോ കറക്റ്റ് ഫിറ്റ് ആവുന്നത് ആ പെൺകുട്ടിയാണ് തൻ്റെ ഒപ്പം നൃത്തം ചെയ്തിരുന്ന ആൾ എന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണം കഴിക്കും. അതിനാണ് ഉദ്ദേശം. അതാണ് എല്ലാവരുടെ വീട്ടിലേക്കും പ്രിൻസ് വരണത്. ദ 2 stepsisters were very glad because they had pretty feet. 2 stepsisters-ഉം നല്ല സന്തോഷിതരായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് രണ്ടുപേർക്കും നല്ല ഭംഗിയുള്ള കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു. They put on their best clothes and waited for the prince. അവർക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞവർ രാജകുമാരൻ വരുന്നതിനായിട്ട് കാത്തിരുന്നു. ബട്ട് സിൻഡ്രല്ല didn't have any good clothes. പക്ഷേ സിൻഡ്രല്ലയ്ക്ക് ഒരു നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ പ്രിൻസിനെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് ഇരിക്കുന്നത് പോലെ ഇരിക്കാനായിട്ടൊന്നും സാധിക്കില്ല. ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. The prince visited every house. He invited girls to try on the shoe Cinderella had left in the ballroom. The girls tried it on, but it didn't fit any one of them. Finally, the prince reached Cinderella's house. The eldest stepsister went to her room to try on the shoe, and her mother stood by. But she could not get her big toe into it, for the shoe was too small. Then her mother handed her a knife and said, "Cut the toe off, for when you are a queen, you will never have to go on foot." So the girl cut off her toe and snoozed her foot into the shoe. She concealed her pain and went down to the prince. The prince looked at her shoe and saw blood flowing under it. രാജകുമാരൻ അങ്ങനെ ആ ഷൂ ആരുടെയാന്ന് കണ്ടുപിടിക്കാനായിട്ട് എല്ലാ വീട്ടിലേക്കും വന്നു. കുറേ പെൺകുട്ടികളോട് ആ ഷൂ ധരിക്കാനായിട്ട് പറഞ്ഞു. സിൻഡ്രല്ല ബോൾ റൂമിൽ ഉപേക്ഷിച്ച് പോയ ഷൂ ധരിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഗേൾസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ അവരാർക്കും അത് ഫിറ്റായില്ല. കാരണം അത് ആരുടെയാണ്? അത് സിൻഡ്രല്ലയുടെയാണ്. അപ്പോൾ സിൻഡ്രല്ലയുടെ കാലിൽ മാത്രമേ അത് ഫിറ്റാവുള്ളൂ. അതിനുശേഷം അവസാനം അങ്ങനെ സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. അപ്പോൾ സിൻഡ്രല്ലയുടെ ഒരു ഇതിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ സിൻഡ്രല്ലയുടെ മൂത്ത സ്റ്റെപ്പ് സിസ്റ്റർ വന്നിട്ട് ആ ഷൂ ഞാൻ ധരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോയി. അവരൊരു റൂമിൽ പോയി, അമ്മയും മോളും കൂടി ഒരു റൂമിൽ പോയി. അപ്പോൾ അവൾ ഇട്ട് നോക്കിയപ്പോൾ അവളുടെ വലിയ വിരൽ
അതിൽ കിടക്കുന്നില്ല, കാലിൻ്റെ വലിയ വിരൽ അതിൽ കിടക്കണില്ല. ആ ഷൂ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, കത്തി കൊടുത്തിട്ട് പറഞ്ഞു, നീ നിൻ്റെ ആ വിരൽ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞേക്ക്. നീ രാജ്ഞിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നടന്നു പോകേണ്ടതായിട്ട് വരില്ല. കാരണം നിനക്ക് കുതിരയുടെ മേലും അതുപോലെ നിനക്ക് കോച്ചിലൊക്കെ പോകേണ്ടി വരുള്ളൂ. അപ്പോൾ നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല. നിന്നെ നോക്കാൻ അവിടെ ധാരാളം സെർവൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പെൺകുട്ടി അത് ചെയ്തു, അവളുടെ ആ വിരൽ മുറിച്ച് കളഞ്ഞു. മുറിച്ച് കളഞ്ഞിട്ട് അവളുടെ ആ കാല് ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് കിടത്തി. എന്നിട്ട് അവളുടെ എല്ലാ വേദനയും അവൾ അടക്കി പിടിച്ചിട്ട് രാജകുമാരൻ്റെ അടുത്തേക്ക് പോയി. രാജകുമാരൻ അവളുടെ ആ ഷൂ നോക്കിയപ്പോൾ കറക്റ്റ് ഫിറ്റാണോ എന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡ് ഇങ്ങനെ ഒഴുകണ്ടായിരുന്നു. കാരണം ഒരു വിരലാണ് മുറിച്ച് കളഞ്ഞത്. ഇനി എന്താ ഉണ്ടായി നോക്കാം. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ, the prince shouted in anger. Then the other sister tried the shoe. She went into her room to do so and got her toes comfortably in. But her heel was too large. Then her mother handed her the knife, saying, "Cut a piece of your heel. When you are the queen, you will never have to go on foot." So the girl cut off a piece of her heel and thrust her foot into the shoe. The prince looked at her feet and became very more angry and shouted, "There is blood on your shoe. The shoe is too small, not the right bride at all." ഇവിടെ എന്താ പറയുന്നത്? അപ്പോൾ നേരത്തെ വിരൽ മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജകുമാരൻ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, നീ ശരിയായ ഒരു വധു ആവേണ്ട പെണ്ണല്ല, എൻ്റെ ഭാര്യ ആവേണ്ടതല്ല, നീ രാജ്ഞി ആവേണ്ടതല്ല, കള്ളത്തരം കാട്ടി നീ. അപ്പോൾ അടുത്ത സിസ്റ്റർ വന്നു ഷൂ ധരിക്കാനായിട്ട്. അപ്പോൾ അവളുടെ റൂമിൽ പോയിട്ട് അവളുടെ എല്ലാ വിരലുകളും അതിൻ്റെ ഉള്ളിൽ കിടന്നു. പക്ഷെ അവളുടെ ഹീലേ അത് വലുതായിരുന്നതുകൊണ്ട് അത് കിടക്കണില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, നീ കത്തിയെടുത്ത് അതങ്ങനെ മുറിച്ച് കളഞ്ഞേക്ക്, ഹീലിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞേക്ക്. രാജ്ഞിയായി കഴിയുമ്പോൾ നിനക്ക് പിന്നെ നടക്കേണ്ട അങ്ങനെ ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അവളെന്ത് ചെയ്തു? അവളുടെ ഹീലിൻ്റെ ഒരു ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അവളുടെ വേദനയോടുകൂടി ചോരോടുകൂടി അവളുടെ ആ കാല് ആ ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. ഒരു ഹീല് മുറിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ചോര വന്നുകൊണ്ടേയിരിക്കും അല്ലേ? ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഫീറ്റ്. അപ്പോൾ രാജകുമാരൻ കാലിൽ നോക്കിയപ്പോൾ എന്താ, ആ ചോര ഇപ്പോഴും ഷൂമ മൊത്തം ചോരയാണ്. അപ്പോൾ ദേഷ്യത്തോടു കൂടി പറഞ്ഞു, നിൻ്റെ ഷൂമ മൊത്തം ചോരയാണ്, ഈ ഷൂ നിനക്ക് പാകാവേണ്ടതല്ല, അത് വളരെ ചെറുതാണ്, നീയും ശരിയായ വധുവല്ല, നീയല്ല എന്നെനിക്ക് മനസ്സിലായി. Then Cinderella came forward and said, "Let me try it." Her sisters laughed at her. "Clear out of here." അപ്പോൾ സിൻഡ്രല്ല മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അപ്പോൾ അവളുടെ സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇവിടുന്ന് നീ വേഗം പോയെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടുന്ന് നീ വേഗം പോയേന്ന്. "How dare you come here in this dirty rags, you ugly creature?" they said. But the prince asked her to try the shoe. "I have seen you somewhere, but I cannot remember where," he said. Cinderella put her left foot into the shoe and it fitted her perfectly. Everyone was astonished. She then pulled out the other shoe from her pocket and put it on her right foot. Just then the fairy appeared and touched her with her magic wand. In a moment, her rags changed into clothes of silk and gold. The prince danced with joy and cried, "This is the right bride. The shoes are fit for her. She is the right bride after all." He said to Cinderella, "You are the most beautiful girl in the country. I will make you my bride." ഈ ഭാഗത്തിൽ പറയണ, നീ എന്തിനാണ് ഇങ്ങോട്ട് ഈ വൃത്തികെട്ട വസ്ത്രത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? നിന്നോടൊന്ന് പോകാൻ പറഞ്ഞില്ലേ ഞങ്ങൾ, എന്താ പോകാണ്ട് ഇവിടെ നിൽക്കണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രിൻസ് പറയാണ്, അവളും കൂടിയും ധരിക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അപ്പോൾ പ്രിൻസ് പറയാണ്, ഞാൻ നിന്നെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഓർമ്മ കിട്ടണില്ല ശരിക്കും നിന്നെ ഞാൻ എവിടെയാണ് കണ്ടേ എന്നുള്ളത്. അപ്പോൾ സിൻഡ്രല്ല അവളുടെ ലെഫ്റ്റ് ഫുട്ടിൻ്റെ ഉള്ളിലേക്ക് ആ ഷൂ കയറ്റി, അത് കറക്റ്റ് ഫിറ്റായി. എല്ലാവരും അതിശയിച്ചു പോയി. അവൾ എന്നിട്ട് എന്ത് ചെയ്തു? അവളുടെ പോക്കറ്റിൽ വേറെ ഷൂ ഉണ്ടായിരുന്നു, ആ ഷൂ എടുത്തിട്ട് അവളുടെ റൈറ്റ് ഫുട്ടിലിട്ടു. അപ്പോൾ പെട്ടെന്ന് ഫെയറി ഗോഡ് മദർ വന്നിട്ട് അവളെ മാജിക് വാണ്ട് കൊണ്ട് തൊട്ടു. പെട്ടെന്ന് അവളുടെ വസ്ത്രങ്ങൾ വീണ്ടും സിൽക്കിൻ്റെയും ഗോൾഡിൻ്റെയും വസ്ത്രങ്ങളായിട്ട് മാറി. അപ്പോൾ പ്രിൻസ് സന്തോഷം കൊണ്ട്
തുള്ളി ചാടിയിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അതെ ഇതാണ് ശരിക്കുള്ള എൻ്റെ വധു, ഇവളാണ് ശരിക്കും രാജ്ഞിയാവേണ്ടത്. അപ്പോൾ ഇവൾക്ക് ഇഷ്യൂ ഫിറ്റാണ്, ഇവളാണ് ശരിക്കുള്ള വധു. എന്നിട്ട് അവൻ സിൻഡ്രല്ലയോട് പറഞ്ഞു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടിയാണ്, ഈ രാജ്യത്തെ ഏറ്റവും ഭംഗിയുള്ള പെൺകുട്ടിയാണ് നീ, നിന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കും, എൻ്റെ വധുവാക്കും എന്ന് പ്രിൻസ് പറഞ്ഞു. The prince married and took her to the palace. Cinderella pardoned her sisters and took them to the palace. They lived there happily thereafter. രാജകുമാരൻ സിൻഡ്രല്ലയെ കല്യാണം കഴിച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. സിൻഡ്രല്ല അവളുടെ സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനോടും സ്റ്റെപ്പ് മദറിനോടും ക്ഷമിച്ചിട്ട് അവരെയും പാലസിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അവസാനം അവർ സന്തോഷത്തോടു കൂടി ജീവിച്ചു. ഈ കഥയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഫിലിം. ശരിക്കും ആ ഫിലിം കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫിലിമിൽ ഇങ്ങനെ ക്ഷമിക്കലൊന്നുമില്ല, നിങ്ങൾ ആ ഫിലിമിൻ്റെ പോലെയാണ് നടന്നിട്ടുള്ളത്. ഇത് നമ്മൾ കഥയാണ്, കഥ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നു മാത്രം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 14 ഉണ്ട് ഈ ലെസണിൻ്റെ സൈഡിൽ നമുക്ക് കാണാം. അതിൽ നമ്മൾ ഇന്ന് 7 ചർച്ച ചെയ്യുന്നത്, ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗേവ് ഹർ ഡോട്ടർ? അമ്മ എന്ത് അഡ്വൈസാണ് മകൾക്ക് നൽകിയത്? ദ ഡൈയിങ് മദർ അഡ്വൈസ്ഡ് ഹർ ഡോട്ടർ ടു ബി ഗുഡ് ആൻഡ് പയസ്. ഷി ടോൾഡ് ഹർ ദാറ്റ് ഗോഡ് വുഡ് ഓൾവേസ് ടേക്ക് കെയർ ഓഫ് ഹർ. She also said that she would look upon her from heaven and would be always with her. എന്താ പറഞ്ഞത്? നീ നല്ല കുട്ടിയായിരിക്കണം, ഭയങ്കര വിശ്വാസി ആയിരിക്കണം നീ, പിന്നെ ദൈവം നിന്നെ എപ്പോഴും സംരക്ഷിച്ചുകൊള്ളും. ഞാൻ മരിച്ചാലും ഞാൻ സ്വർഗത്തു നിന്ന് ഞാൻ നിന്നെ നോക്കും, നിൻ്റെ ഒപ്പം എപ്പോഴും ഞാൻ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? മഞ്ഞുകാലം വരുമ്പോൾ അമ്മയുടെ കുഴിമാടത്തിന് എന്താണ് സംഭവിക്കുക? വെൻ വിൻ്റർ കെയിം ദ സ്നോ കവേർഡ് ദ ഗ്രേവ്. മഞ്ഞുകാലം വരുമ്പോൾ ആ കുഴിമാടം എന്താവും? മൊത്തം ആ കല്ലറ മൊത്തം മഞ്ഞു മൂടി കിടക്കും. തേർഡ് ക്വസ്റ്റ്യൻ, Cinderella was ill-treated by her stepmother and stepsisters. What could be the reasons? നമുക്കറിയാം, ഈ ലെസണിൽ സിൻഡ്രല്ലേനെ സ്റ്റെപ്പ് മദറും സ്റ്റെപ്പ് സിസ്റ്റേഴ്സും വളരെ മോശമായ രീതിയിലാണ് നോക്കിയത്. എന്തായിരിക്കും കാരണം? Cinderella's stepmother was a proud and unkind woman. Her stepsisters were wicked and ugly at heart. Cinderella was more beautiful than her stepsisters. ഒന്ന്, സ്റ്റെപ്പ് സിസ്റ്റേഴ്സിനേക്കാളും ഭംഗി സിൻഡ്രല്ലയ്ക്ക് ആയതുകൊണ്ടായിരിക്കാം. പിന്നെയോ അവളുടെ അമ്മയും സഹോദരിമാരും അത്ര നല്ല ആൾക്കാരല്ല. പുറമെ നല്ലൊരു അപ്പിയറൻസ് ഉണ്ടെങ്കിൽ പോലും ഉള്ളിൽ അത്ര ഭംഗിയില്ല അവർക്ക്, അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, വൈ ഈസ് സിൻഡ്രല്ല കോൾഡ് സോ? സിൻഡ്രല്ല എന്ന് പറയുന്ന പേര് എങ്ങനെയാണ് വന്നത്? സിൻഡ്രല്ല സ്ലീപ്സ് ഇൻ ദ സിൻഡേഴ്സ് ആൻഡ് ഹെൻസ് ലുക്സ് ഡസ്റ്റി ആൻഡ് ഡേർട്ടി, സോ ഷീ ഈസ് കോൾഡ് സിൻഡറല്ല. അവൾ എപ്പോഴും സിൻഡേഴ്സിൻ്റെ അവിടെയാണ് കിടക്കുന്നത്. നമുക്കറിയാം കരിയുടെ അവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് അവൾ എപ്പോഴും ഈ വക പൊടി പിടിച്ച് വൃത്തികെട്ട രീതിയിലാണ് ഇരുന്നത്. അതുകൊണ്ടാണ് അവൾക്ക് എല്ല എന്നാണ് അവളുടെ പേര്, അതിൻ്റെ ഒപ്പം സിൻഡറല്ല എന്ന് ചേർത്തത്. ഓക്കെ, ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, you can go when beggars hold a ball. What could be the feelings of Cinderella to this comment? സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദർ പറഞ്ഞു, ദരിദ്രര് വല്ല നൃത്തവിരുന്ന് വെക്കുമ്പോൾ നിനക്ക് പോവാം. അപ്പോൾ ഇത് സിൻഡ്രല്ലയ്ക്ക് എന്തായിരിക്കും ഇത് കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കുക? ഷി ബിക്കെയിം സാഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ്. വളരെ വിഷമം തോന്നിയിട്ടുണ്ടായിരിക്കാം, നിരാശ തോന്നിയിട്ടുണ്ടായിരിക്കാം. ഷി ക്രൈഡ്, കരഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെയോ ഷി തോട്ട് ഓഫ് ഹർ മദർ, അവളുടെ അമ്മയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരിക്കാം. ഇഫ് മൈ മദർ ഹാഡ് എ ലൈവ്, എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നവൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇഫ് മൈ മദർ ഹാഡ് ബീൻ എ ലൈവ് ഷി വുഡ് ഹാവ് സെൻഡ് മീ ടു ദ ബോൾ. വൈ ഡസ് സിൻഡ്രല്ല തിങ്ക് സോ? എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ എന്തായാലും ബോളിന് വിട്ടേനെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സിൻഡ്രല്ല ചിന്തിക്കാൻ കാരണം? സിൻഡ്രല്ലാസ് സ്റ്റെപ്പ് മദർ ടുക്ക് ഹർ ഡോട്ടേഴ്സ് ഫോർ ദ ബോൾ. She didn't take Cinderella with her because she was not her daughter. So she thinks so. സിൻഡ്രല്ലയുടെ സ്റ്റെപ്പ് മദർ അവളുടെ 2 ഡോട്ടേഴ്സിനെ ബോളിന് കൊണ്ടുപോയി, സിൻഡ്രല്ലേനെ കൊണ്ടുപോകുന്നില്ല. എന്തുകൊണ്ടാണ്? സിൻഡ്രല്ല അവരുടെ സ്വന്തം മോളില്ലാത്തത് കൊണ്ട്. ഇതുകൊണ്ടാണ് തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വിട്ടേനെ എന്ന് സിൻഡ്രല്ല ചിന്തിക്കാനായിട്ടുള്ള കാരണം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്നല്ല, 7th ക്വസ്റ്റ്യൻ കേട്ടോ. മറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ചേഞ്ചസ് ഒക്കർ ടു ദ ഫോളോയിങ് തിങ്സ്? ആദ്യത്തെ പംകിൻ ചേഞ്ച്ഡ് ഇൻ ടു റെഡ് കോച്ച്.
mice. 6 mice changed into 6 white horses. Lizards. Lizards changed into footman. Her rags changed into ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സെൻറ്റൻസിൽ എഴുതാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടം വരെയാണ് എടുക്കുന്നത്. മറ്റു കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ, ആക്ടിവിറ്റീസ്, ബാക്കി ക്വസ്റ്റൻ ആൻസേഴ്സ്, ലെറ്റ്സ് റിവിസിറ്റ് ഒക്കെ അടുത്ത വീഡിയോയിൽ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു. ഓക്കെ.